പാലക്കാട് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി 45 വയസ്സുള്ള ഹരികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 100ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന വയോധികനെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയോടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 65കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന്റെ തലേ ദിവസം ഹരികൃഷ്ണൻ കുളപ്പള്ളി ബിവറേജിൽ പോയി മദ്യം വാങ്ങിച്ച ശേഷം മദ്യപിക്കുകയും തുടർന്ന് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഹരികൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയായ മുരുകനെ പരിചയപ്പെട്ടു. പിന്നാലെ ബസ് സ്റ്റാൻഡിൽ വിശ്രമിക്കുകയായിരുന്ന മുരുകനും ഹരികൃഷ്ണനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ ഹരികൃഷ്ണൻ മുരുകനെ മർദ്ദിച്ച് അവശനാക്കുകയും കയ്യിൽ കിട്ടിയ വലിയ കല്ലുപയോഗിച്ച് മുരുകന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് 9 മണിയോടെ ഹരികൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി ബസ്സിൽ കയറി പട്ടാമ്പിയിലേക്കും അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലേക്കും പോയി. രണ്ട് ദിവസം അലഞ്ഞു തിരിഞ്ഞു നടന്ന ഹരികൃഷ്ണനെ വ്യാഴാഴ്ചയാണ് അങ്ങാടിപ്പുറത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണം ഷൊർണൂർ DYSP സാജു കെ എബ്രഹാം, SHO വിഷ്ണു, സബ് ഇൻസ്പെക്ടർ അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡ്, പെരിന്തൽമണ്ണ പോലീസ് എന്നിവരുടെ സംയുക്ത സംഘമാണ് കൊലപാതകിയെ പിടികൂടിയത്. ന്യൂസ് മലയാളം, പാലക്കാട്.